അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റമളാൻ കഴിഞ്ഞ് ഇനി വരുന്ന വളരെ മഹത്വമേറിയിട്ടുള്ള സുന്നത്ത് നോമ്പുകളായിട്ടുള്ള ശവ്വാലിലെ 6 നോമ്പ് എന്നത് വളരെ പ്രസിദ്ധമാണ്. റജബ്, ശഅബാൻ, റമളാൻ എന്നീ 3 മാസത്തിലെ നോമ്പുകളും ശവ്വാലിലെ 6 നോമ്പും ഉദ്ദേശിച്ച് 96 നോമ്പ് എന്നും സത്യവിശ്വാസികൾക്ക് സുപരിചിതമാണ്. ശവ്വാലിലെ ഒരു പ്രധാന ആചാരമാണ് 6 ദിന നോമ്പ്. പ്രമുഖ സ്വഹാബി അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നുണ്ട്: ആരെങ്കിലും റമളാൻ നോമ്പ് അനുഷ്ഠിക്കുകയും ശേഷം ശവ്വാൽ മാസത്തിൽ നിന്നും 6 നോമ്പുകൾ അതിനെ തുടർന്ന് നോൽക്കുകയും ചെയ്താൽ അത് വർഷം മുഴുവൻ നോമ്പ് നോറ്റതുപോലെയാണ്. ഇവിടെ വർഷം മുഴുവൻ നോമ്പ് നോറ്റതുപോലെയാണ് എന്ന പ്രയോഗത്തെ പണ്ഡിതന്മാർ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്: ഒരു നന്മ 10 ഇരട്ടി നന്മകൾക്ക് തുല്യമാണ്. അപ്പോൾ റമളാൻ മാസം 10 മാസങ്ങൾക്ക് തുല്യം. ശവ്വാലിലെ 6 ദിവസത്തെ നോമ്പ് 2 മാസങ്ങൾക്ക് തുല്യവും. ഇതാണ് ഒരു വർഷത്തെ നോമ്പുമായി സാദൃശ്യപ്പെടുത്താനുള്ള കാരണം. ഈ നോമ്പ് പെരുന്നാൾ ദിവസത്തിൻ്റെ പിറ്റേ ദിവസം മുതൽ തുടർച്ചയായി അനുഷ്ഠിക്കലാണ് ശ്രേഷ്ഠകരം. അതിന് കഴിയാത്തവർ ശവ്വാൽ മാസത്തിലെ ഏതെങ്കിലും ദിവസങ്ങളിൽ തുടർച്ചയായോ അല്ലാതെയോ അനുഷ്ഠിച്ചാൽ മതി. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു: ഹദീസിൻ്റെ പ്രയോഗം ശവ്വാൽ മാസത്തിൽ നിന്ന് 6 ദിവസമെന്നാണ്. തുടർച്ചയായി തന്നെ വേണമെന്ന് ആ പ്രയോഗം കുറിക്കുന്നില്ല. ശവ്വാലിൽ ആയിരിക്കണമെന്നേ ഉള്ളൂ. ഇനി ശവ്വാൽ മാസം 6 ദിവസം നോമ്പ് അനുഷ്ഠിക്കൽ ശക്തമായ സുന്നത്താണ്. ശവ്വാൽ 2 മുതൽ തുടർച്ചയായി 6 ദിവസം നോമ്പ് അനുഷ്ഠിക്കലാണ് കൂടുതൽ മഹത്വം. ശവ്വാൽ മാസം എപ്പോഴെങ്കിലും 6 നോമ്പ് തുടർച്ചയായോ അല്ലാതെയോ പിടിച്ചാൽ തന്നെ 6 നോമ്പിൻ്റെ അടിസ്ഥാന പ്രതിഫലം ലഭിക്കും. ഫർള് ഖളാ വീട്ടുമ്പോൾ സുന്നത്ത് നോമ്പ് കൂടി കരുതിയാൽ 2 നോമ്പും ലഭിക്കുമെന്നതാണ് നമ്മുടെ ശാഫിഈ മദ്ഹബിലെ പ്രബല വീക്ഷണം. ചിലപ്പോൾ 2 സുന്നത്ത് നോമ്പുകൾ ഒരു ദിവസം ഒരുമിച്ച് കൂടും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ശവ്വാലിലെ 6 ദിവസത്തിൽ വ്യാഴം, തിങ്കൾ ദിവസങ്ങൾ വരൽ, അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കൽ കൂടുതൽ പുണ്യമാണ്. 2 സുന്നത്തിൻ്റെയും നിയത്തുണ്ടായാൽ 2 നോമ്പും ലഭിക്കും. ഫർള് ഖളാ ഉള്ളവർ അതും അതിൻ്റെ കൂടെ 2 സുന്നത്ത് നോമ്പും കൂടി കരുതിയാൽ ഒരു നോമ്പ് കൊണ്ട് 3 നോമ്പ് ലഭിക്കും. ചിലപ്പോൾ 4 സുന്നത്ത് നോമ്പും 5 സുന്നത്ത് നോമ്പുമെല്ലാം ഒരു ദിവസം ഒരുമിച്ച് കൂടും. എല്ലാം കരുതിയാൽ എല്ലാത്തിൻ്റെയും പ്രതിഫലം കിട്ടും. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു: ആരെങ്കിലും റമളാൻ മാസം നോമ്പ് അനുഷ്ഠിക്കുകയും അതിനോട് ചേർത്ത് ശവ്വാൽ 2 മുതൽ 6 നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്താൽ അവർ ഒരു വർഷം ഫർള് നോമ്പ് അനുഷ്ഠിച്ചവനെ പോലെയാണ്. ഫർള് നോമ്പ് മനഃപൂർവ്വം ഖളാ ആക്കിയവർ അത് ഖളാ വീട്ടാതെ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കൽ ഹറാമാണ്. ഇത്രയാണ് ശവ്വാൽ മാസത്തിലെ 6 നോമ്പുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ.